സൗഹൃദത്തിന്റെ ചിറകുകൾ ഉറുമ്പും പ്രാവും. ഒരിക്കൽ ഒരു വനത്തിൽ ആൻഡി എന്നു പേരുള്ള ഒരു ഉറുമ്പും ഡിസി എന്നു പേരുള്ള ഒരു പ്രാവും ഉണ്ടായിരുന്നു. ആൻഡി എപ്പോഴും കാട്ടിലൂടെ അലഞ്ഞു നടന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുമായിരുന്നു. ആകാശത്ത് ഉയരത്തിൽ പറക്കുന്നത് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പ്രാവായിരുന്നു ഡിസി. ഒരു ദിവസം രാവിലെ ആൻഡി സന്തോഷത്തോടെ നടന്നു നീങ്ങുമ്പോൾ അബദ്ധത്തിൽ ആഴത്തിലുള്ള ഒരു കുളത്തിലേക്ക് അവൻ വീണു. രക്ഷപ്പെടാൻ അവൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നു. കരയിലെത്താൻ ഒരു വഴിയുമില്ലായിരുന്നു. അവന് ഭയവും ആശങ്കയും തോന്നി. പാവം അവൻ കരയാൻ തുടങ്ങി. അപ്പോഴാണ് കുളത്തിന്റെ കരയിലെ മരത്തിന്റെ കൊമ്പിലേക്ക് ഡിസി പറന്നു വന്നിരുന്നത്. അവന്റെ ചെറിയ ശബ്ദം കേട്ട് അവൾ താഴേക്ക് നോക്കി. അവളുടെ ചെറിയ സുഹൃത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അപ്പോൾ തന്നെ തന്റെ കൊക്കുകൊണ്ട് ഒരു ഇല കൊത്തിയെടുത്ത് ആൻഡിയുടെ അടുത്തേക്ക് പറന്നു. അവൾ ആ ഇല വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ആൻഡി ആ ഇലയിൽ പിടിച്ചു കയറി ഇലയിൽ ഇരുന്നു. അപ്പോൾ ഡിസി ആ ഇലയും കൊത്തിയെടുത്ത് കരയിലേക്ക് പറന്നു. അങ്ങനെ അവൾ ആൻഡിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. നന്ദി ഡിസി, നീ എന്നെ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചു, ആൻഡി നന്ദിയോടെ പറഞ്ഞു. നിനക്ക് സ്വാഗതം ആൻഡി. സുഹൃത്തുക്കൾ പരസ്പരം സഹായിക്കുമല്ലോ. ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ ഡിസി മറുപടി പറഞ്ഞു. അന്നു മുതൽ അവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായി മാറി. പലപ്പോഴും കാട്ടിൽ വെച്ച് അവർ കണ്ടുമുട്ടി സൗഹൃദം പങ്കുവച്ചു. സ്വാദിഷ്ടമായ ഫലങ്ങൾ കണ്ടെത്താൻ ആൻഡി ഡിസിയെ സഹായിക്കും. കൂടാതെ ആൻഡിയെ പുറകിൽ കയറ്റി ആകാശത്തിലൂടെയുള്ള രസകരമായ യാത്രകൾ ഡിസിയും ഇഷ്ടപ്പെട്ടു. അവർ ഒരുമിച്ച് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ മനോഹരമായ സൗഹൃദം അങ്ങനെ അവർ ആസ്വദിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. അയാൾ സുന്ദരിയായ ഒരു പ്രാവ് മരക്കൊമ്പിലിരിക്കുന്നത് കണ്ടു. അത് ഡിസിയായിരുന്നു. വേട്ടക്കാരൻ ഡിസിയെ ഉന്നം വെച്ച് തോക്കുനീട്ടി. എന്നാൽ അയാളെ ഡിസി കണ്ടില്ല. അപ്പോഴാണ് ആൻഡി അതുവഴി വന്നത്. ഈ കാഴ്ച കണ്ട് അവൻ ഞെട്ടി. അവൻ ഓടിച്ചെന്ന് വേട്ടക്കാരന്റെ കാലിൽ ശക്തിയോടെ കടിച്ചു. ഉന്നം പിഴച്ച വേട്ടക്കാരൻ അലറി വിളിച്ചു. അയാളുടെ കരച്ചിലിനൊപ്പം തോക്കിൽ നിന്നും വെടിപൊട്ടി. ഡിസി മരക്കൊമ്പിൽ നിന്നും ഒരു ഞെട്ടലോടെ പറന്നുയർന്നു. പിന്നീടാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. തന്റെ ജീവൻ രക്ഷിച്ച ആൻഡിയോട് അവൾ നന്ദി പറഞ്ഞു. അവരുടെ സൗഹൃദം വീണ്ടും ദൃഢമായി. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും അവർ അവരുടെ സൗഹൃദം വീണ്ടും ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടുകാരെ, ദയയും സൗഹൃദവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമാണെന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. നമ്മൾ പരസ്പരം സഹായിക്കുകയും മറ്റുള്ളവരോട് കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും കൂടുതൽ അർത്ഥപൂർണവുമാക്കുന്ന മനോഹരമായ ബന്ധങ്ങൾ നാം സൃഷ്ടിക്കുന്നു. എത്ര ചെറുതായാലും വലുതായാലും ഒരു ദയയുള്ള പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കും. ഡിസിയും ആൻഡിയും പരസ്പരം സഹായിച്ചതുപോലെ പരസ്പരം സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും വിലമതിക്കേണ്ട കാര്യങ്ങളാണ്.